ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്റർനെറ്റിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ടാക്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതും പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്കറിയുന്ന ചില ഫേമസ് ആയിട്ടുള്ള ബിസിനസ്മാൻസ് എല്ലാം ഒരു ആവറേജ് മിഡിൽ ക്ലാസ് പേഴ്സണേക്കാളും കുറഞ്ഞ ടാക്സോ അല്ലെങ്കിൽ ലീഗലായിട്ട് തന്നെ സീറോ ടാക്സ് പേ ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ടാകും. സോ ഇന്ന് നമ്മൾ ടാക്സിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ലീഗലായിട്ട് നമ്മളും ഈ ഇൻഫർമേഷൻസ് നമ്മുടെ ബെനിഫിറ്റിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പോയിന്റ് നമ്പർ 1, ദ വേൾഡ് നീഡ്സ് ബിസിനസ്മാൻ. ഇന്നുള്ള മോഡേൺ വേൾഡ്, എക്കോണമി ആൻഡ് ബിസിനസ് വേൾഡ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റിസ്ക് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ലോകത്തുള്ള ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുത്ത ബിസിനസ്മാൻ കാരണമാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇപ്പോഴുള്ള ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഇല്ലാതായാൽ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടും, ഗവൺമെന്റിന് ടാക്സ് കിട്ടില്ല, ടോട്ടലായിട്ട് ഒരു കൺട്രിയുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആകും. അതുകൊണ്ട് തന്നെ എക്കണോമി ഗ്രോ ആകില്ല. സോ ബിസിനസ് ഒരു കൺട്രിയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെന്റ് ബിൽഡ് ചെയ്യുന്ന സിസ്റ്റംസ് എല്ലാം ബിസിനസ് ഗ്രോ ആകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് പോലെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ബിസിനസ് ചെയ്താൽ ടാക്സ് അഡ്വാൻറ്റേജ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതും പെർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ എക്സ്പെൻസസ് കഴിഞ്ഞതിന് ശേഷം ടാക്സ് അടക്കുന്ന ബെനിഫിറ്റ് ആണ് ബിസിനസ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ബെസ്റ്റ് അഡ്വാൻറ്റേജ്. എന്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ അഡ്വാൻറ്റേജ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഒരു നോർമൽ ജോബിൽ വർക്ക് ചെയ്യുന്നവർക്ക് എക്സ്പെൻസസും ഇൻവെസ്റ്റ്മെന്റും ചെയ്യാനാണ് അറിയുക. എന്നാൽ ഒരു ബിസിനസ് മണി മേക്കിംഗ് മെഷീൻ ആയതുകൊണ്ട് ഒരു ബിസിനസ് ഗ്രോ ആയാൽ ഒരുപാട് പേർക്ക് ജോബ് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, എക്കോണമിയും ഗ്രോ ആകും. സോ ഈ കാരണം കൊണ്ടാണ് ബിസിനസ്സിന് ഈ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. സോ നമുക്ക് ചെറിയൊരു കാൽക്കുലേഷന് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. നമ്പർ 2, ജോബ് വേഴ്സസ് ബിസിനസ്. രാജു ഒരു ഹൈ ഏണിംഗ് എംപ്ലോയി ആണ്. അദ്ദേഹം വർഷത്തിൽ 20 lakhs ഏൺ ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷന്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന് 25% ആണ് ടാക്സ് എന്ന് കൺസിഡർ ചെയ്യാം. 25 lakhs കൺസിഡർ ചെയ്താൽ വർഷത്തിൽ അദ്ദേഹം 5 lakhs ടാക്സ് അടക്കേണ്ടി വരും. ടാക്സിന് ശേഷം അദ്ദേഹത്തിന്റെ നെറ്റ് ഇൻകം 15 lakhs ആണ്. അതിൽ നിന്നും അദ്ദേഹം 10 lakhs സ്പെൻഡ് ചെയ്തിട്ട് 5 lakhs സേവിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി കാർത്തിക് എന്ന വേറൊരാളുണ്ട്. അദ്ദേഹം 20 lakhs ആണ് ഏൺ ചെയ്യുന്നത്. എന്നാൽ അത് അദ്ദേഹം ഒരു സ്മോൾ ബിസിനസ്സിലൂടെയാണ് ഏൺ ചെയ്യുന്നത്. ഇദ്ദേഹം ഈ ബിസിനസ് ഇൻകം വേറെ കമ്പനീസിന് ചില സർവീസിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിന് ചില സർവീസ് കൊടുക്കുന്നതിലൂടെയാണ് ഏൺ ചെയ്യുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് ടാക്സിന് മുമ്പ് ബിസിനസ് എക്സ്പെൻസസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി അദ്ദേഹം യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, റെന്റ്, പെട്രോൾ, പുതിയ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് വാങ്ങിയിട്ടുള്ള എക്സ്പെൻസസ്. ഇതുപോലെ അദ്ദേഹത്തിന് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും അദ്ദേഹത്തിന്റെ ബുക്ക് ഓഫ് എക്സ്പെൻസസിൽ ചേർക്കാൻ കഴിയും. ഇപ്പോൾ കാർത്തികിന് അദ്ദേഹത്തിന്റെ ബിസിനസ് എക്സ്പെൻസസ് 5 lakhs ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് 15 lakhs ആയിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് നെയിമിൽ അദ്ദേഹം ലോൺ എടുത്ത് ഏതെങ്കിലും പ്രോപ്പർട്ടിയോ കാറോ ബൈക്കോ ഇതുപോലെ കമ്പനിക്ക് ആവശ്യമുള്ള അസറ്റ്സ് വാങ്ങിയിട്ടുണ്ടാകും. ആ അസറ്റിൽ അദ്ദേഹം എന്തെങ്കിലും ഇൻട്രസ്റ്റ് പേ ചെയ്യണമെങ്കിൽ അതും നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല, ഓൾറെഡി അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി വാങ്ങിയ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് പഴക്കം കൂടുന്തോറും വർഷാവർഷം അതിന് ഡിപ്രിസിയേഷൻ കിട്ടും. ഈ രണ്ട് എക്സ്പെൻസസും 3 and 3 lakhs പെർ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 9 lakhs വരുന്നുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 9 lakhs വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ടാക്സ് സ്ലാബ് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ടാകും. ഇദ്ദേഹത്തിന്റെ ടാക്സ് സ്ലാബ് 15% ആയിട്ട് കൺസിഡർ ചെയ്താൽ വർഷത്തിൽ അദ്ദേഹം 1.35 lakhs ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് 7,65,000 ആയിരിക്കും. ഈ 7,65,000 അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പെൻസസിന് യൂസ് ചെയ്യാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിന്റെ മെജോറിറ്റി എക്സ്പെൻസസ് അദ്ദേഹത്തിന്റെ ബിസിനസ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധികം പേഴ്സണൽ എക്സ്പെൻസസ് ഉണ്ടാകില്ല. സോ അദ്ദേഹത്തിന് വർഷത്തിൽ വെറും 3 lakhs ആണ് പേഴ്സണൽ എക്സ്പെൻസസ് ആയിട്ട് ഉള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യണം. നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഡിപ്രിസിയേഷൻ ഒരു കൺസിഡറേഷൻ ആയിട്ട് എടുത്ത് ക്ലെയിം ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ആ എക്സ്പെൻസസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സോ അത് ഇവിടെ ആഡ് ആകും. എന്നാലും കാർത്തികിന്റെ നെറ്റ് പ്രോഫിറ്റ് അത് തന്നെ ആയിരിക്കും. സോ ഇവർ രണ്ടുപേരും ഒരേ എമൗണ്ട് ഏൺ ചെയ്താലും കാർത്തിക് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ടാക്സ് സ്ലാബ് കുറക്കാൻ പറ്റി. എന്നാൽ രാജുവിന് അദ്ദേഹത്തിന്റെ എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അടക്കേണ്ട റെന്റ്, കുട്ടികളുടെ സ്കൂൾ ഫീസ്, ഭക്ഷണം, ഔട്ടിംഗ്, ഷോപ്പിംഗ് ഇതൊക്കെ 10 lakhs ആയിട്ട് അദ്ദേഹം ചിലവാക്കിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ഹോം ലോൺ എടുത്ത് അതിന് ഇൻട്രസ്റ്റ് അടക്കുന്നതോ അല്ലെങ്കിൽ ബൈക്കോ കാറോ വാങ്ങി അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് പോലെയോ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു ആഡഡ് എക്സ്പെൻസസ് ആയിരിക്കും. കാർത്തികിനുള്ളതുപോലെ ഇദ്ദേഹത്തിന് 3 lakhs ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ല. ഒരു 1 lakh ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സേവിങ്സ് കുറഞ്ഞ് 4 lakhs ആകും. ഇപ്പോൾ ഇവരുടെ സേവിങ്സിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ ഓൾമോസ്റ്റ് ഡബിൾ ആണ്.
സോ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരേ ഇൻകം ഏൺ ചെയ്താലും കാർത്തിക് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രാജുവിനേക്കാളും അദ്ദേഹത്തിന്റെ വെൽത്ത് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ കഴിയും. അദ്ദേഹം സേവ് ചെയ്ത മണി യൂസ് ചെയ്ത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സേഫർ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ബാക്കി പകുതി എമൗണ്ട് അദ്ദേഹത്തിന് പുതിയ ബിസിനസ് വെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വെൽത്ത് ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ കഴിയും. ഈ കാരണം കൊണ്ടാണ് റിച്ച് പീപ്പിൾസ് എല്ലാം സ്മാർട്ട് ആയിട്ടുള്ള അക്കൗണ്ടൻസ്, ലീഗൽ അഡ്വൈസേഴ്സ്, ബിസിനസ് കൺസൾട്ടൻസിനെ എല്ലാം നന്നായിട്ട് പേ ചെയ്ത് വെൽത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ബെറ്റർ ഐഡിയാസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം തന്നെയാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് ബുക്കിലും പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളിപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. കാരണം സിസ്റ്റം തന്നെ ബിസിനസ് പീപ്പിൾസിന് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്നത് പോലെ ലീഗലായിട്ട് അഡ്വാൻറ്റേജസ് തരുന്നത് കൊണ്ട് അത് നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിന് യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാതിരിക്കാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.